ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായവർ എങ്ങനെയാണ് അവനെ വീണ്ടെടുക്കേണ്ടത്? സൗമ്യതയോടെ. തെറ്റിലകപ്പെട്ടവരെ വീണ്ടെടുക്കുമ്പോൾ തങ്ങൾ എന്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. പ്രലോഭിതരാകാതിരിക്കാൻ. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത്? പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. താൻ ഒന്നുമല്ലാതായിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നവൻ ആരെയാണ് വഞ്ചിക്കുന്നത്? തന്നെ. അഭിമാനിക്കാനുള്ള വക മറ്റുള്ളവരിലല്ലാതെ അവനവനെ തന്നെ ആയിരിക്കാൻ ഓരോ വ്യക്തിയും എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം ചെയ്തികൾ വിലയിരുത്തണം. ഓരോരുത്തരും സ്വന്തമായി എന്തു വഹിച്ചേ മതിയാവൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. സ്വന്തം ഭാരം. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് ആർക്കാണ് നൽകേണ്ടത്? തൻ്റെ അധ്യാപകന്. ദൈവത്തെ കബളിപ്പിക്കാനാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തു വേണ്ട എന്നാണ് പൗലോസ് പറയുന്നത്. വ്യാമോഹം. മനുഷ്യൻ കൊയ്യുന്നത് എന്തായിരിക്കും? വിതയ്ക്കുന്നത്. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും എന്താണ് കൊയ്തെടുക്കുക? നാശം. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും എന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ. ഏത് കാര്യത്തിലാണ് നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത്? നന്മ ചെയ്യുന്നതിൽ. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ നമുക്ക് എപ്പോൾ വിളവെടുക്കാം? യഥാകാലം. അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആർക്കൊക്കെയാണ് നന്മ ചെയ്യേണ്ടത്? സകല മനുഷ്യർക്കും. നന്മ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്? വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായിരിക്കുന്നവരെ. പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഏതു രീതിയിലാണ് എന്നാണ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം കൈപ്പടയിൽ വലിയ അക്ഷരങ്ങളിൽ. പരിച്ഛേദന കർമ്മത്തിന് വിശ്വാസികളെ നിർബന്ധിക്കുന്നവർ ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ശാരീരികമായ ബാക്കി കാര്യങ്ങളിൽ. പരിച്ഛേദനത്തിന് നിർബന്ധിക്കുന്നവർ എന്തിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി. പരിച്ഛേദനം സ്വീകരിച്ചവർ പോലും യഥാർത്ഥത്തിൽ അനുസരിക്കുന്നില്ല? നിയമം. ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് എന്തുണ്ടാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. മേന്മ ഭാവിക്കാൻ. കുരിശിനെ പ്രതി ലോകം പൗലോസിനും പൗലോസ് ലോകത്തിനും എന്തായിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ലെങ്കിൽ പിന്നെ ഏതാണ് പരമപ്രധാനം? പുതിയ സൃഷ്ടിയാവുക. പുതിയ സൃഷ്ടിയാവുക എന്ന നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ആർക്കാണ് സമാധാനവും കാരുണ്യവും ഉണ്ടാകേണ്ടത്? ദൈവത്തിൻ്റെ ഇസ്രായേലിന്. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാൻ പൗലോസ് തൻ്റെ ശരീരത്തിൽ ആരുടെ അടയാളമാണ് ധരിക്കുന്നത്? യേശുവിൻ്റെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ സഹോദരരുടെ ഏതിനോടുകൂടെ ഉണ്ടായിരിക്കാനാണ് ആശംസിക്കുന്നത്? ആത്മാവിനോടുകൂടെ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഗലാത്യ 6:2. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യന് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും.
ഗലാത്തിയ 6:7. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ, എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലാത്തിയ 6:9.